നല്ല വലിയ വണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, അതൊരു നിസ്സാര പ്രൈസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? എല്ലാവരും ഈ വണ്ടി എടുക്കാനുള്ള കാര്യം ഈ ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ കൊണ്ടാണ്. കണ്ടില്ലേ, വണ്ടി ജെറ്റ് പോലെയാണ് കയറുന്നത്. മാത്രമല്ല ഇതൊരു ഫ്രഞ്ച് ബേസ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റി അവർ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് വെറും 10,43,674 രൂപ മാത്രമേ വരുന്നുള്ളൂ. മൈക്രോ SUV സെഗ്മെൻറ്റുകളിൽ ഇഷ്ടം പോലെ ഓപ്ഷനുകളാണ് നമുക്കുള്ളത് അല്ലേ. എന്നിരുന്നാൽ പോലും നമുക്ക് ഏത് വണ്ടി എടുക്കണമെന്നായ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഏറ്റവും പുതിയ വണ്ടിയായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അത് സിട്രിയോൺ എന്ന് പറഞ്ഞ ഒരു വെഹിക്കിൾ തന്നെയാണ്. അത് ഫ്രഞ്ച് ബേസ് കമ്പനിയാണ്. സിൻസ് 1919 തൊട്ട് അവർക്ക് ഇഷ്ടംപോലെ ലെഗസി ഉള്ളൊരു വണ്ടിയും കൂടെയാണ്, അല്ലെങ്കിൽ ലെഗസി ഉള്ള ഒരു ബ്രാൻഡും കൂടെയാണ് സിട്രിയോൺ. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ചാണ് ഇന്ന് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിട്രിയോൻ്റെ എയർക്രോസ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. എന്താണ് ഈ എയർക്രോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാം. ആ എക്സ് എന്ന് പറയുന്ന സാധനത്തിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലക്ഷറി ഇരിക്കുന്നത്. ഇഷ്ടം പോലെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള, അത് നല്ല സസ്പെൻഷനോടുകൂടി നല്ല ക്വാളിറ്റിയോടുകൂടി ഒരു വണ്ടിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇഷ്ടം പോലെ ഡീറ്റെയിൽ ആണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും. കാരണം അത്രയും സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് പോകാം. സോ ഫ്രണ്ട് സൈഡിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ തന്നെയാണ്. സിട്രിയോൻ്റെ തന്നെ ആ ഒരു ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല നൈസ് ഒരു ഗ്രില്ല് തന്നെയാണ് വന്നിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ ഇൻക്ലൂഡഡ് ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ ക്യാമറയുടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു എയർ ഡാം കാണാം, സ്കിഡ് പ്ലേറ്റ് കാണാം, ഒരു സിൽവർ ടച്ചിലാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഒരു LED ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. DRL പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ഒരു സെപ്പറേറ്റ് പീസായിട്ടാണ്. നല്ല അടിപൊളിയായി DRL പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതെല്ലാം കാണാം. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് കാണാം, എല്ലാം LED ആണെന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ഒരു ബോണറ്റ് പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൾജ് കാര്യങ്ങളൊക്കെ കാണാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, നല്ല മസ്കുലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈവൻ ഒരു എന്നാ പറയുന്നത്, നല്ല സൈസിലാണ് ഈ വണ്ടി ഉള്ളത്. ഒരു ഇന്നോവയുടെ സൈസൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഞാൻ ആ ഇന്നോവയുടെ സെയിം സൈസാണെന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു സൈസ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നല്ല വലിയ വണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, അതൊരു നിസ്സാര പ്രൈസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ വണ്ടി. ഇതാണ് നമുക്ക് ഫ്രണ്ട് സൈഡിലുള്ള. ഇനി നമുക്ക് നേരെ സൈഡ് പോർഷനിലേക്ക് പോകാം. ലെങ്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4323 ലെങ്ത് വരുന്നത്, 1796 വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അത്രയും സൈസുള്ളൊരു വണ്ടിയാണ്. സൈഡ് പോർഷനിൽ നിന്ന് കാണിച്ചാണ്. സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ടയർ തന്നെയാണ്. ടയർ സൈസ് അതിൽ എഴുതിയിട്ടുണ്ട് 215/16 R17 17 ഇഞ്ചിൻ്റെ അടിപൊളി ടയറാണ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ ലോവർ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 16 ഇഞ്ചാണ് വരിക. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ ഇന്നിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഏറ്റവും പുതിയ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിൽ വരുന്ന ഏറ്റവും പുതിയ എയർക്രോസിൻ്റെ എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് തന്നെയാണ്. നല്ല അടിപൊളി മെഷീൻ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ അലോയ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ടച്ചിലാണ് വരുന്നത്. വീൽ ആർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ബാക്ക് വരെ എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഒരു സിൽവർ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ആണ് മിറർ വരുന്നത്. താഴെയാണെന്നുണ്ടെങ്കിൽ 360 ക്യാമറയുടെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം കാണുന്നുണ്ട്. മാത്രമല്ല അത്യാവശ്യം ബൾജസ് കാര്യങ്ങളെല്ലാം കാണാം. അതുകൊണ്ട് തന്നെ നല്ല മസ്കുലൈനാണ് വണ്ടി. ഈ A പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുവാണ്. B പില്ലറിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വിഷന് വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ഗ്ലാസ് ഏരിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്കിവിടെ ഒരു അത്യാവശ്യം ഗ്രാബ് റെയിലൊക്കെ കാണാം. ഒരു ആവറേജ് ക്വാളിറ്റിയിലാണ് അതിൻ്റെ ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരു കീ എൻട്രിയുടെ ഒരു രീതിയിൽ കാണാം. പിന്നെ മാത്രമല്ല നോർമലായിട്ടുള്ള അത്യാവശ്യം എന്താ പറയുന്നത് അത് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഡോർ ഹാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മസ്കുലറായിട്ട് തന്നെ ഇരിക്കുന്നത്. ഭയങ്കര വലിയൊരു SUVയുടെ ഒരു ടച്ച് ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബൾജ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നല്ലൊരു രസമുണ്ട്. ഈ വണ്ടിയുടെ സൈസ് ശരിക്കും മനസ്സിലാവുക എൻ്റെ വീൽ ബേസിൽ തന്നെയാണ്. 2671 mm ആണ് എൻ്റെ വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സ്പേസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്.
ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു സ്റ്റാർ അട്രാക്ഷൻ തന്നെയാണ്. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ഈ വണ്ടി 5 സീറ്റിലും 7 സീറ്റിലും അവൈലബിൾ ആണ്. 7 സീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, 5+2 കിഡ്സ് സൈസിലാണ് 2 എക്സ്ട്രാ സീറ്റ് പുറയിൽ വരുന്നത്. അതും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. മാത്രമല്ല ഇത് ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്, നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് കോ ഡ്രൈവർ സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. 45 ലിറ്റേഴ്സിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. സോ ബാക്ക് സൈഡിലാണ് ഉള്ളത്. സിട്രിയോൺ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു അടിപൊളിയായിട്ടുള്ള ലോഗോ കാണുന്നുണ്ട്. കംപ്ലീറ്റ് ഇവിടെ ഒരു എലമെൻറ്റ്, ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. ഒരു സ്റ്റൈലിഷ് ഡിസൈൻസ് ഒക്കെ അത് വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് കിഡിലനായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങൾ സിട്രിയോൺ എല്ലാം നൈസായിട്ടാണ് അതിൻ്റെ ആ ഡിസൈൻസ് വന്നിരിക്കുന്നത്. നൈസ് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. എയർ ക്രോസ് എക്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വളരെ വൈഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വൈപ്പർ കാണാം, സ്റ്റോപ്പ് ലൈറ്റ് കാണാം, അതുപോലെ തന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. നമുക്കിവിടെ ഒരു ചെറിയ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലറും കാണാം. അപ്പം താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സ്കിഡ് പ്ലേറ്റ് ഒരു സിൽവർ ടച്ചിലാണ് വരുന്നത്. ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ കണ്ടാലേ അറിയാം, അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നല്ലൊരു ക്ലിയറൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അത് ഭയങ്കര അട്രാക്ഷൻ തന്നെയാണ്. ജസ്റ്റ് ബൂട്ടൊന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ഒരു പാർസൽ ട്രേ അവൈലബിൾ ആണ്. ഒരു നല്ല സ്പേസ് സംഭവങ്ങൾ, അതാണ് ഒരു 5 സീറ്റ് വണ്ടിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുകയില്ല. ഒരു വലിയൊരു വണ്ടിയായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 444 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് സീറ്റ് വേണമെങ്കിൽ കിടത്തിയിടാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 511 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരിക. അപ്പം എന്തുകൊണ്ടും നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്. സ്പെയർ ടയർ അവൈലബിൾ ആണ്. തൽക്കാലം ഇതിപ്പോൾ ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അതിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഡിഫോഗേഴ്സും അവൈലബിൾ ആണ്. സോ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻറ്റീരിയറിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നതിൻ്റെ ലക്ഷറി തന്നെയാണ്. ആ എക്സ് എന്ന് പറയുന്ന ആ ഒരു സാധനം, അല്ലെങ്കിൽ ഇവരുടെ 2.0 സ്ട്രാറ്റജിയിൽ വന്നിരിക്കുന്ന എക്സ് വേരിയൻസ് എല്ലാം അടിപൊളിയാക്കിയിരിക്കണം, വേറെ ലെവലാക്കിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു പ്രീമിയം എന്നാ പറയുന്നത്, റോൾസ് റോയ്സിലൊക്കെ കൊടുക്കുന്നതാണെന്നൊക്കെ പറയുന്നില്ല, എന്നാൽ പോലും ഒരു ഗോൾഡ് ആക്സൻസ് കൊടുത്തിരിക്കുകയാണ്. നല്ല രീതിയിലാണ് എയർവെൻസ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ലെതർ ഫിനിഷിൽ കൊടുത്തിരിക്കുകയാണ്. അതൊരു ബ്രൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ടൂബിൾ സ്വിച്ചൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമുക്ക് ഇതിൻ്റെ ആ ഒരു മിററിന് പവർ അസിസ്റ്റഡ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ സ്വിച്ചസ് ഒക്കെയാണ് അടിപൊളി ഡിസൈൻസാണ്. ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഇവിടെയൊക്കെ ഒരു ലെതർ ഫിനിഷോട് കൂടി അത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ട് അതിൻ്റെ സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമേസിങ് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ഹെഡ് ലൈറ്റിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് 360 ഡിഗ്രി, ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് 360 കാണുന്നതാണ്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണുന്നതാണ്. പിന്നെ ചൈൽഡ് ലോക്ക് കാണുന്നതാണ്. ഇതിൻ്റെ ലെവൽസ് കാണുന്നതാണ്. താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെഡൽസ് ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പണിങ്, ഹുഡ് ഓപ്പണിങ്ങിൻ്റെ സ്വിച്ചസ് കാണുന്നതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്റ്റിയറിങ് തന്നെയാണ്. കാരണം ക്രൂയിസ് കൺട്രോൾ ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സംഭവം കാണാം. ഹോൺ മാത്രം കുറച്ചുകൂടി ലൗഡ് ആക്കാമെന്ന് തോന്നി, പക്ഷേ എൻ്റെ സ്റ്റിയറിങ് അടിപൊളിയാണ്. അത് ഞാൻ ഡ്രൈവിൽ കൂടുതലായിട്ട് പറയുന്നതാണ്. പിന്നെ മാത്രമല്ല എനിക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നി ഇതിൻ്റെ ആ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ തന്നെയാണ്. 10.25 ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ. അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയാണ്. ഇപ്പം ഫ്രഞ്ചൊക്കെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ഫ്രഞ്ച് വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെഗസി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം ഒക്കെ വരുന്നത്. ഫോൺ നമുക്ക് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ നിൽക്കുമ്പോൾ ഇവിടെ വേറൊരു അടിപൊളി TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നിൽക്കുകയാണ്. നല്ല സ്റ്റൈലാന്ന് നോക്കി അതിൻ്റെ ഡിജിറ്റൽ ആ ഒരു TFT ഡിസ്പ്ലേ. അതിനകത്ത് പെട്രോൾ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ എല്ലാം, ടെമ്പറേച്ചറും എല്ലാം കാണുന്ന രീതിയിലുള്ള അടിപൊളി ഡിസ്പ്ലേ. വളരെ വിസിബിളാണ്. ഒരു ചൈനീസ് ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല പിന്നെ മാത്രമല്ല ഗോൾഡ് ആക്സൻസ് വിത്ത് ഡിഫ്യൂസ്ഡ് ആംബിയൻ ലൈറ്റിംഗ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. ആംബിയൻ ലൈറ്റിങ് അസാധ്യമാണ്, പ്രത്യേകിച്ച് നൈറ്റിലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുക. പിന്നെ മാത്രമല്ല നമുക്ക് IRVM, ഓട്ടോ ഡിമ്മിങ് IRVM ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സൺ വൈസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിവിടെ
ഒരു വാനിറ്റി മിറേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ എന്നാൽ പോലും നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. ഇതിനകത്ത് കൂളിംഗ് ആണ് എടുത്ത് പറയേണ്ട ഒരു സംഭവം. ഇതിൻ്റെ കൂളിംഗ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വണ്ടിയിൽ AC കൂളിംഗ് ലോയിലാണെന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും താത്തി ഒരു 14ലും താത്തി കൂളിംഗ് ഇടാം. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് കൂളാവും, നല്ല രീതിയിൽ കൂളിംഗ് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ഈ ചൂടത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം നല്ലൊരു AC അല്ലേ, അത് ഈ വണ്ടിക്ക് മറ്റു വണ്ടികളെക്കാളും കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല സെഗ്മെൻറ്റിൽ 1.2 ലിറ്റർ വണ്ടി വരുന്ന അത്യാവശ്യം വില കുറഞ്ഞ് വരുന്ന ഒരു 10 ലക്ഷം റേഞ്ചിൽ ഒരു ബേസ് വേരിയൻറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവൈലബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം സൈസുള്ള വണ്ടിയാണ്, കാരണം നല്ല സൈസ് ഫീൽ ചെയ്യുന്ന വണ്ടിയാണ്, ഫ്രഞ്ച് ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ വണ്ടിയുടെ ഇതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻസ് കാണാം, ഇവിടെ ഒരു USB ചാർജിങ് കാണാം, നോർമൽ അല്ലാത്ത ചാർജിങ് കാണാം, അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പേസ് വരും, നമുക്ക് ഇതുപോലെയൊക്കെ പേഴ്സൊക്കെ ഇടാൻ പറ്റുന്ന പോലെ ഒരു ഇത് സ്പേസ് വരുന്നുണ്ട്. മാത്രമല്ല ഈ ചൂടത്ത് നല്ല ട്രോപ്പിക്കൽ നല്ല ഒരു ലെതർ സീറ്റ്, സോഫ്റ്റ് ടച്ച്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ലെതർ സീറ്റാണ് വരുന്നത്. ഭയങ്കര അടിപൊളിയാണ്. മാത്രമല്ല ദേ ഇവിടെ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ നമ്മുടെ ഈ ഭാഗമൊക്കെ തണുത്ത് കുളിരും. ഈ ചൂടത്ത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഡ്രൈവറിൽ മാത്രമല്ല ഡ്രൈവറിലും ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ഡോർ സൈഡ് സ്പേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 1 ലിറ്റർ ബോട്ടിലൊക്കെ ഈസിയായിട്ട് വെക്കാവുന്ന രീതിയിലാണ് വരുന്നത്. മൊത്തം നല്ല സ്റ്റൈൽ. അപ്പോൾ അവർ മാത്രമല്ല അവരുടെ ഈ ഒരു ഗ്ലൗ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആവശ്യത്തിന് സ്പേസ് ആക്കിയാണ് വരുന്നത്. ഒരു നോർമൽ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സേഫ്റ്റി പരമായിട്ട് അഡൽട്ട് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ്, ഭാരത് NCAP റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗും കിഡ്സിന് ഏകദേശം 4 സ്റ്റാർ റേറ്റിംഗ് വരെ വരുന്നതുകൊണ്ട് നല്ല അടിപൊളി സേഫ്റ്റിയിലുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഫുൾ സ്റ്റാർസും അവൈലബിൾ ആയിരിക്കുകയാണ്. നല്ലൊരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കിഡിലൻ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൻ്റെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിരുന്നു, നല്ല ഫീലാണ്. നമുക്ക് ബാക്ക് പോർഷൻ നോക്കാം. സോ നമ്മൾ ബാക്ക് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ബാക്ക് പോർഷൻ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം നിങ്ങൾ തോന്നുന്നുണ്ടല്ലേ? വേറൊന്നുമല്ല, എല്ലാവരും ഈ വണ്ടി എടുക്കാനുള്ള കാര്യം ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് കൊണ്ടാണ്. കാരണം ഇത് കണ്ടോ, 60 mm ലെഗ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സുഖമായിട്ട് ഇരിക്കാം. നല്ല ഒരു ഹെഡ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ടച്ച് ലെതറിൽ ഇരിക്കാനുള്ള ഒരു സുഖം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തൈ സപ്പോർട്ടാണ് ഇവർ കൊടുക്കുന്നത്. നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകാം. പല ആൾക്കാരും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പുറകെ കയറി ഇരിക്കുമ്പോൾ ബുക്ക് ചെയ്തോ എന്നൊക്കെയാണ് പറയൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണമാണ് ഈ ഒരു ഫ്രഞ്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മുടെ പല ഇന്ത്യൻ വണ്ടികളും അവർ നിർമ്മിക്കുമ്പോൾ അവർ പല കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിൽ ഫെയിൽ ആവാറുണ്ട്. അത് പല ആൾക്കാരും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ അവർ നമ്മുടെ പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാനുഫാക്ചേഴ്സ് സംബന്ധിച്ച് അവർക്ക് എറേഴ്സ് കുറവാണെന്നുള്ളതാണ്. അതാണ് എപ്പോഴും ഇന്ത്യൻ കമ്പനികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ ബാക്ക് സീറ്റിലെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെഗ് റൂം, ഹെഡ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് നല്ല സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നല്ലൊരു വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, പുറത്തേക്കുള്ള വിസിബിലിറ്റി. ഇവിടെ സീറ്റിൻ്റെ പുറയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കാണുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ കൈ വെക്കുന്നത് തന്നെ നല്ല ഒരു, അറിയാമല്ലോ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് വിത്ത് ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് തന്നെയാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ലെതറിൽ ഇരിക്കാനുള്ള കംഫർട്ട് മാത്രമല്ല നല്ലൊരു ഗ്രിപ്പിങ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഇരുന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു ഹാൻഡ് റെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷേ ഈ ഹാൻഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ അത്യാവശ്യം നമുക്ക് ഇതുപോലെ സ്പേസ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. പുറയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് AC അവൈലബിൾ ആണ്, റിയർ വെൻസ് അവൈലബിൾ ആണ്, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2 USB പോർട്സ് അവൈലബിൾ ആണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന കാര്യം. നമുക്ക് ഇവിടെ ഒരു ചെറിയ പ്രൊജക്ഷൻ പോലെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാൻ 3 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. മാത്രമല്ല നമുക്ക് അത്യാവശ്യം ഡോർ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റി സംഭവങ്ങൾ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഹാൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പാർസൽ ട്രേ, നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാം കേട്ടോ. നല്ല പാർസൽ ട്രേ ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അറേഞ്ച്മെൻ്റ് ആണ്. സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് ഡോർ സൈഡ് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം സ്പേസ് കാണുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ വണ്ടികളുടെയൊക്കെ ആ ഡിസൈനിനോട് ഇഷ്ടം തോന്നാനുള്ള കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ തന്നെ 7 സീറ്റ് അവൈലബിൾ ആണ്. 7 സീറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള AC നമുക്ക് വെൻസ് നിങ്ങൾക്കിപ്പോൾ കാണാം. AC വെൻസ് ഉണ്ട്. മാത്രമല്ല താഴെ നമുക്ക് വെൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല 5+2 വരുന്നത്. 2 കിഡ്സിൻ്റെ സീറ്റ് ഇപ്പം ഞാൻ കയറി ഇപ്പോൾ ഇരിക്കാനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കയറി ഇരിക്കാനായിട്ടുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 7 സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക ഈ ഒരു 5 സീറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ സ്പെഷ്യാലിറ്റീസ് അതിനുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എൻ്റെ കാര്യങ്ങൾ ഡ്രൈവ് റിവ്യൂവിൽ പറയുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോകാം. സോ വി ആർ ഗോയിങ് ടു ഡ്രൈവ് എയർകോസ് X എന്ന് പറഞ്ഞ മോഡൽ. അതും ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ പുതിയ കീ ഫോബ് വരുന്നത്. എന്ത് ഭംഗിയാണല്ലേ, മൊത്തത്തിലുള്ളൊരു മാറ്റം വളരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് നേരെ ഡ്രൈവ് ഓപ്ഷനിലേക്ക് ഇടുകയാണ്. അതിനകത്ത് മുന്നോടിയായിട്ട് നമുക്ക് കാണിക്കാം. പാർക്കിംഗ് വരുന്നുണ്ട്, റിവേഴ്സ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, ഡ്രൈവ് വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ മാനുവൽ പ്ലസ് ആൻഡ് മൈനസും വരുന്നുണ്ട്. മാനുവൽ മീൻസ് നമുക്ക് ജസ്റ്റ് തട്ടി കൊടുത്തുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. നേരെ നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് കൊള്ളാവോ എന്നുള്ളതാണ്. ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കേൾക്കുക. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ SUV സ്റ്റാൻസ് തന്നെയാണ്. ഇരിക്കാനുള്ള ആ ഒരു ഫീലിംഗ് സോ അമേസിങ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് റോഡും കാണാം. നല്ല വിസിബിളാണ്. അതാണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ സീറ്റ് വെന്റിലേഷനൊക്കെ ഇട്ടാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടത്ത് ഈ ഇതിലിരുന്ന് ഓടിച്ചിട്ട് എനിക്ക് ഒരു എന്നാ പറയുക, ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു AC ഷോറൂമിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഒരു സുഖമാണ് ഇതിനകത്ത് ഇരിക്കാൻ. പിന്നെ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റിയറിങ് തന്നെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് തിരിക്കാനും ഒക്കെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ അവർക്കെല്ലാം വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലായിട്ടാണ് വരുന്നത്. പിന്നെ മാത്രമല്ല വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, വണ്ടി ജെറ്റ് പോലെയാണ് കയറുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മാസീവാണ്. എനിക്ക് ഒരു സ്ഥലത്ത് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ഇമ്പ്രസീവാണ് ഇതിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ബസർ സൗണ്ട് കേട്ട് കാണും, അത് സ്പീഡ് എത്തി എന്നുള്ള സ്പീഡ് ലിമിറ്ററാണ് അടിച്ചത്. പിന്നെ മാത്രമല്ല ഈ വണ്ടിയുടെ അടുത്ത കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള സേഫ്റ്റി തന്നെയാണ്. കാരണം ബേസിക് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് തന്നെ 6 എയർ ബാഗ് വരുന്നു, EBS EBD എന്നുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരികയാണ്. പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വി ആർ ഫീലിംഗ് വെരി സേഫ് ഇൻസൈഡ്. അതാണല്ലോ നമുക്കിപ്പോൾ വേണ്ടത്. ഇതിപ്പം ടാറ്റയ്ക്ക് മാത്രമല്ല, ഇപ്പം എല്ലാ വണ്ടികൾക്കും വന്നു തുടങ്ങി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ മാരുതിക്ക് വരെ വന്നു തുടങ്ങി. മാത്രമല്ല ഇതൊരു ഫ്രഞ്ച് ബേസ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റി അവർ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നോയിസ്, വൈബ്രേഷൻ, ഹാർഷ്നെസ്. നമുക്ക് നോയിസ് വൈബ്രേഷനെ കുറിച്ച് ഞാൻ ഒരിക്കലും 100 ഔട്ട് ഓഫ് 100 കൊടുക്കില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ഇത് കേൾക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും 3 സിലിണ്ടർ എഞ്ചിൻ അല്ലേ, അതിൻ്റെ സൗണ്ട് കേൾക്കില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഒത്തിരി സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ വണ്ടി വളയ്ക്കാനുള്ളൊരു കേപ്പബിലിറ്റിയാണ്. നമുക്ക് ഈ വണ്ടിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഒരു ഫീല് തന്നെയാണ്. ഞാൻ നിങ്ങളത് വളച്ച് കാണിക്കുകയാണ്. ജസ്റ്റ് ഞാൻ റിവേഴ്സ് ഇടുന്നു. നമുക്ക് ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. നമുക്ക് വിത്ത് അലേർട്ടാണ് വരുന്നത്. ഒരു നോർമൽ ക്വാളിറ്റി ക്യാമറ തന്നെയാണ് വരുന്നത്.
നേരെ വീണ്ടും നമ്മൾ വളച്ച് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടേണിംഗ് റേഡിയസ് ആണ് ഇപ്പോൾ എഴുതി കാണിച്ചിരിക്കുന്നത് അതിൻ്റെ. മാത്രമല്ല ഒരു സിറ്റി യൂസ്ഡ് വണ്ടിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ഹൈവേയിൽ കൊണ്ടുപോകാം. ഏത് രീതിയിലും പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ ഏറ്റവും പുതിയ എയർക്രോസ് എക്സ് എന്ന് പറയുന്നൊരു വണ്ടി. പിന്നെ മാത്രമല്ല നമുക്ക് ഒന്ന് അത്യാവശ്യം നല്ലൊരു കാർ എന്തൂസിയാസ്റ്റിക് ആണ്, അത്യാവശ്യം സ്പീഡിൽ പോകണം, ഒന്ന് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആവണമെന്നുണ്ട്. ഉറപ്പായിട്ടും ഈ വണ്ടി നമുക്ക് ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ആ ഒരു രീതിയിലുള്ള ഗിയർ സിസ്റ്റം തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്ററാണ് വരിക. അത് ഈ സെഗ്മെൻറ്റിൽ ഒരു വണ്ടിക്കും ആ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നില്ല. ഇതിനാണ് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നത്. മാത്രമല്ല വണ്ടിയുടെ പവറാണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. 110 PS ഓഫ് പവർ ആൻഡ് 205 Nm ടോർക്കാണ് വണ്ടിക്ക് വരിക. അതുകൊണ്ട് തന്നെ ഭയങ്കര പെപ്പി എഞ്ചിൻ തന്നെയാണ്. നമുക്ക് കണ്ടോ, ഈ ഓട്ടോമാറ്റിക് ആണെന്ന് പോലും ഫീൽ ചെയ്യത്തില്ല. പെട്ടെന്നൊരു ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അതങ്ങ് നേരെ ആ ഒരു പെപ്പിനെസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല സുഖമാണ് ഓടിക്കാൻ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആകുന്നതാണ്. അത് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ കോട്ടയം. ഇനിയിപ്പോൾ അതല്ല കോട്ടയല്ല മറ്റ് സ്ഥലത്താണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ അതേ നമ്മുടെ ചെറിയൊരു ബംസിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ വണ്ടിയുടെ ആ ഒരു സ്മൂത്ത്നെസ് കണ്ടോ, ആ ഒരു സ്മൂത്ത്നെസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഹമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഈ വണ്ടി പോകുന്നതാണ്. പക്ഷേ ആ സമയത്ത് ചെറിയ കുഴികളാണ് പെട്ടെന്ന് ചാടിക്കുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക പെട്ടെന്ന് ഒരു ഇത് കിട്ടുന്നത്. അതേസമയം റിജിഡ് കം സ്മൂത്ത് സസ്പെൻഷനാണ് ഇതിൻ്റെ ഒരു വരുന്നത്. ഈ ആവശ്യം റിജിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ സ്മൂത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പമ്പിലേക്ക് നമുക്ക് വളരെ നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. കേട്ടോ അടിപൊളി. അപ്പോൾ ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. പിന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ആ വണ്ടിയുടെ പുറകിൽ പോയി സഡൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ നൈസ്. ഇതിപ്പം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വരുന്നത് ഡിസ്ക്കാണ് വരിക, ബാക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രമ്മാണ് വരിക. അപ്പം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് വളരെ സേഫ് ഫീലിംഗ് നമുക്ക് വരിക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വണ്ടി വളയ്ക്കണമെങ്കിൽ ഇങ്ങനെ വളയ്ക്കാൻ പെട്ടെന്ന് വണ്ടി ഒന്ന് ഞാൻ പെപ്പിയൊന്നും ആക്കിയാണ് പെട്ടെന്ന് വണ്ടിക്ക് ആ ഒരു ഫീലിംഗ് ആണെന്ന് അറിയാനായിട്ടാണ്. വണ്ടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു കൺട്രോൾഡ് ആ സ്റ്റെബിളായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ളൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ ഏറ്റവും പുതിയ എയർക്രോസ് എക്സ് എന്ന് പറയുന്ന ഈ വണ്ടി. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മെക്ട്രോൺ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. ബാക്ക് വരുന്നത് ട്വിസ്റ്റ് ബെയിൻ വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. ആസ് യൂഷ്വൽ തന്നെയാണ്. മാത്രമല്ല വണ്ടിയുടെ മൈലേജിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ. റിയൽ മൈലേജ് നിങ്ങൾ പറയൂ, വേറൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട്. കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് ഓൺ ആൻ ആവറേജ് ഒരു 14 to 15 മൈലേജ് കിട്ടുന്നുണ്ട്. കമ്പനി 17 to 18 ആണ് പറയുന്നത്. ആവറേജ് അത്രയും മൈലേജാണ് നോർമലി കസ്റ്റമർ കിട്ടുന്നത്. അത് നിങ്ങളുടെ ആ ഒരു വണ്ടി ഓടിക്കൽ തന്നെ അനുസരിച്ചിരിക്കും. മാത്രമല്ല ഈ വണ്ടിയുടെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആകുന്ന ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് തന്നെയാണ്. മാക്സ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വേരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്തു വെക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വണ്ടിയുടെ വേരിയൻസ് ആൻഡ് പ്രൈസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ 1.2 ലിറ്റർ എഞ്ചിൻ തരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് വെറും 10,43,674 രൂപ മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല ഓൺ റോഡ് പ്രൈസിൻ്റെ കൂടെ ബാക്കി എല്ലാം ചേർത്താൽ തന്നെ എക്സ്റ്റൻഡഡ് വാറൻറ്റി എല്ലാം ചേർത്താൽ തന്നെയും 10,76,074 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ റിവ്യൂ ചെയ്ത ഈ ഒരു വണ്ടി എയർക്രോസ് എക്സ് 1.2 ടർബോ മാക്സ് ഓട്ടോമാറ്റിക്കിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 17,03,558 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് വരിക 15,63,173 മാത്രമേ വരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിൽ കിട്ടുന്നുള്ള ഇനി ഇതിൻ്റെ കൂടുതൽ വേരിയൻസിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ കളറിനെ കുറിച്ചാണ്. വണ്ടി സിംഗിൾ ടോണിലും ഡ്യുവൽ ടോണിലും അവൈലബിൾ ആണ്. സിംഗിൾ ടോണിൽ ഏകദേശം 6 കളറാണ് വരുന്നത്. അതിന് പോളാർ വൈറ്റ്, സ്റ്റീൽ ഗ്രേ, ഡീപ് ഫോറസ്റ്റ് ഗ്രീൻ, കോസ്മോ ബ്ലൂ, നൊറ ബ്ലാക്ക് ആൻഡ് ഗാർണറ്റ് റെഡ്. ഇത്രയും കളറാണ് സിംഗിൾ ടോണിൽ വരുന്നത്. ഡ്യുവൽ ടോണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ കളറായിട്ട് ആണ് വരുന്നത്. റെഡിലും അതുപോലെ തന്നെ വൈറ്റിലും പിന്നെ ഡീപ് ഫോറസ്റ്റ് ഗ്രീനിലും ബ്ലൂയിലുമായിട്ട് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോംബോയിലായിട്ടാണ് വരുന്നത്. ബ്ലാക്ക് റൂഫാണ് അതിന് വരുന്നത്. അങ്ങനെ
ഇത്രയും കളേഴ്സാണ് വരുന്നത്. വണ്ടിയുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബറേറ്റ് വരുന്നത് 1160 കിലോ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് പോസിറ്റീവ്സ്, എന്താണ് നെഗറ്റീവ് എന്ന് ബ്രീഫ് ചെയ്യാമെന്ന് പല ആൾക്കാരും ചോദിക്കുക. കാരണം പോസിറ്റീവ്സ് പറയാൻ ഒത്തിരി കാര്യങ്ങൾ. കാരണം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല റൈഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്രൈവ് ക്വാളിറ്റി ഉള്ള വണ്ടി, മാത്രമല്ല അതിൻ്റെ പെർഫോമൻസ്, എൻജിൻ പെർഫോമൻസ് അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടി. മാത്രമല്ല ഈ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ്, 360 ഡിഗ്രി ക്യാമറ. അത് 360 ക്യാമറ അത് ഭയങ്കര ഒരു അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത്. 360 ക്യാമറ ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു നല്ല വെൻറ്റിലേറ്റഡ് സീറ്റോട് കൂടി വരുന്ന നല്ല രീതിയിൽ സ്പേസ് ഉള്ളൊരു വണ്ടി. മാത്രമല്ല ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബൂട്ട് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഒരു എന്താ പറയുന്നത്, മൊത്തത്തിലൊരു വലിയ വണ്ടി നമുക്ക് അവൈലബിൾ ആവുകയാണ്. മാത്രമല്ല ഇതിനേക്കാൾ ഉപരി വാല്യൂ ഫോർ മണി എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ വാല്യൂ ഫോർ മണിയാണ്. മാത്രമല്ല 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അവൈലബിൾ ആവുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ ഞാൻ 5 സീറ്റർ വണ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയും അതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെഗറ്റീവായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2-3 കാര്യങ്ങൾ ജസ്റ്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിക്ക് സൺറൂഫ് കൊടുത്തില്ല എന്ന് പല ആൾക്കാരും റിവ്യൂയിലൂടെ അല്ലാതെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സൺറൂഫിൻ്റെ ആവശ്യം ഇപ്പം അങ്ങനെ വരാറില്ല. വേണമെന്നുണ്ടെങ്കിൽ സൺറൂഫ് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു, പക്ഷേ അത് പർപ്പസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. അതാണ് ഒരു നെഗറ്റീവായിട്ട് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഹാർഡ് പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്തിരുന്നു എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. മാത്രമല്ല ഇതിൻ്റെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ സർവീസ് അവൈലബിലിറ്റിയാണ്. കാരണം വണ്ടി അത്യാവശ്യം സെറ്റായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഷോറൂംസ് ഇത് വേണ്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ സർവീസിനെ കുറിച്ച് ഒത്തിരി വണ്ടികൾ വന്നു കഴിഞ്ഞാൽ മാത്രം അത് അപ്പോഴേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമുക്ക് സർവീസ് ഡിലേ വരാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഇതുവരെയുള്ള ആരും ഒരു കംപ്ലയിൻറ്റ് പോലും വന്നിട്ടില്ല. സർവീസിൻ്റെ കാര്യത്തിൽ എല്ലാവരും പക്കയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കേസിന് വേണമെങ്കിൽ നമുക്കൊരു ഇതായിട്ട് ഒരു നെഗറ്റീവായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡീസൽ ഓപ്ഷൻസ് വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും രണ്ട് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനിൽ 1.2 ലിറ്റർ തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് ഏകദേശം 82 HP പവറുള്ള വണ്ടി അവൈലബിൾ ആണ്. മറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ലിറ്റർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും മാനുവലിലും അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ചാണ്. 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററാണ് ഈ വണ്ടിയുടെ വാറണ്ടി വരുന്നത്. പോരാണ്ട് നിങ്ങൾക്ക് 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു സിട്രിയോൺ നല്ല അടിപൊളി റിവ്യൂ വീഡിയോ ആയിരുന്നു. അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും അല്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ ഈ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ച.